ആഭ്യന്തര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയാലും വിക്കറ്റുകൾ വാരിക്കൂട്ടിയാലും അതൊന്നും കാണേണ്ടവർ കാണുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസൺ ആയിരുന്നു BCCIയുടെ പ്രധാന തഴയൽ ഇര എങ്കിൽ ഇന്ന് ആ പട്ടികയിൽ ഒന്നിൽ കൂടുതൽ ഇരകൾ കുടുങ്ങിയിട്ടുണ്ട്. ഇരയിൽ നിന്ന് മുക്തനായ സഞ്ജു ഇപ്പോഴാണ് ഒന്ന് രക്ഷപ്പെട്ടു തുടങ്ങുന്നത്. അതും ശുഭ്മാൻ ഗിൽ ഫോം ഔട്ട് ആയതുകൊണ്ട് മാത്രം സഞ്ജുവിന് അവസരം ലഭിച്ചു. ന്യൂസിലാൻഡിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലും T20 വേൾഡ് കപ്പിലും സഞ്ജു തന്നെയായിരിക്കും ഓപ്പണർമാരിൽ ഒരാൾ. പ്രധാന വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയായിരിക്കും. എന്തായാലും ന്യൂസിലാൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ ഏകദിന സ്ക്വാഡ് പ്രഖ്യാപനത്തിന് ശേഷമാണ് BCCIയുടെ തഴയൽ വീണ്ടും ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയത്. ആഭ്യന്തര ക്രിക്കറ്റിൽ എത്ര തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാലും അതൊന്നും BCCI ഒരു മാനദണ്ഡമായി സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി തഴയപ്പെടുന്ന താരമാണ് മുഹമ്മദ് ഷമി. 2025 ചാമ്പ്യൻസ് ട്രോഫിയിലാണ് മുഹമ്മദ് ഷമി അവസാനമായി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത്. പിന്നീട് ഇതുവരെ നടന്ന നിർണായക ടെസ്റ്റ് മത്സരങ്ങളിലോ ഏകദിന മത്സരങ്ങളിലോ ഷമി ഉണ്ടായിരുന്നില്ല. ഫോം ഇല്ല എന്ന പേരിലായിരുന്നു ഷമിയെ പ്രധാനമായും തഴഞ്ഞത്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഷമി മികച്ച ഫോമിലാണ് ഇപ്പോഴുള്ളത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും ഷമി വിക്കറ്റുകൾ വാരിക്കൂട്ടി. എന്നാൽ ന്യൂസിലൻഡിനെതിരായ ഏകദിന ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപനം വന്നപ്പോൾ അവിടെ മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസീദ് കൃഷ്ണ എന്നിവരെയും ബാക്കപ്പായി നിതീഷ് കുമാർ റെഡ്ഡി, അർഷ്ദീപ് സിംഗ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഷമി വീണ്ടും പുറത്ത്. തഴയപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഷമി മാത്രമായിരുന്നില്ല, ഋതുരാജ് ഗെയ്ക്വാദും ആ കൂട്ടത്തിലുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിൽ സെഞ്ചുറി നേടിത്തിളങ്ങിയ ഗെയ്ക്വാദ് ഇന്ത്യയുടെ ഏകദിന ടീമിൽ സ്ഥിര സാന്നിധ്യമാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പുതിയ സ്ക്വാഡ് പ്രഖ്യാപനത്തിൽ ഗെയ്ക്വാദ് ഇല്ല. മിന്നും ഫോമിലുള്ള താരങ്ങളെ തഴയുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും ആരാധകരുടെ ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട്. തഴയപ്പെട്ടവരുടെ ലിസ്റ്റ് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ ബാറ്റ് കൊണ്ട് ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ദേവ്ദത്ത് പടിക്കൽ, ഇഷാൻ കിഷൻ എന്നിവരും സ്ക്വാഡിന് പുറത്ത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ മാനദണ്ഡം? ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ താരങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ആരാധകർ BCCIയുടെ മുന്നിലേക്ക് വെക്കുന്ന ചോദ്യങ്ങളും ഇതുതന്നെയാണ്. മികച്ച ഫോമിൽ തുടരുന്ന താരങ്ങളെ തഴയുന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. അതിൽ തന്നെ മുഹമ്മദ് ഷമിയെ പോലുള്ള പരിചയസമ്പന്നരായ കിടിലൻ പേസർമാരെ തഴയുന്നത് ഉചിതമല്ല. ഈ വിഷയത്തിൽ പ്രതികരിച്ച് നിരവധി പേർ ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യം നിരന്തരമായി തഴയപ്പെട്ടിരുന്നത് സഞ്ജു ആയിരുന്നു എങ്കിൽ ഇന്ന് തഴയപ്പെടുന്നവരുടെ പട്ടികയിൽ പേരുകൾ കൂടുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.